ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അടുത്ത് വൃശ്ചിക രാശി അഥവാ വൃശ്ചിക കൂറ്. പൊതുവെ ഗുണഫലം ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ വിഷുഫലം എന്ന് പറയുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നേട്ടം, ജോലി നേട്ടം, അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി, വിജയം ഒക്കെ കൈവരിക്കാൻ പറ്റുന്ന സമയമാണ്. നമുക്ക് പൊതുവെ നമ്മുടെ സാലറി ഒക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരാണ്. സാലറി ഇൻക്രിമെന്റ്, മൾട്ടിപ്പിൾ വേ ഓഫ് ഇൻകം കിട്ടാൻ ചാൻസ് കൂടുതൽ. അഹങ്കാരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വളരെയധികം നേട്ടത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എന്തായിട്ട് മീനിങ് ഇല്ല ഞാനൊരു അഹങ്കാരിയാണെന്നുള്ളത്. അങ്ങനെ അല്ലാട്ടെ ഉദ്ദേശം. വൃശ്ചിക രാശിക്കാര് ഭയങ്കര അഹങ്കാരികളാണ്, അല്ലെ അഹങ്കാരമാണ്, അങ്ങനെ സംഭവം എന്നല്ല ഉദ്ദേശം. ഉള്ളവരുണ്ട്, അവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഉള്ളവരെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഞാനെന്ന ഭാവത്തെ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സെറ്റിലായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി നല്ല രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ സത്യസന്ധതകളൊക്കെ നമുക്ക് നല്ലൊരു പേര്, സൽപ്പേര്, സൽകീർത്തിയൊക്കെ ഉണ്ടാക്കി തരാൻ ചാൻസ് കൂടുതലാണ്. സോ ആ സത്യസന്ധത തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ കാലത്ത് സത്യസന്ധത കൊണ്ട് വല്ല നേട്ടമുണ്ടോ? വലിയ നേട്ടങ്ങളൊന്നുമില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്തേക്കാം, വേണ്ട. നിങ്ങൾക്ക് എന്താണോ ഉചിതം എന്ന് തോന്നുന്നത് നിങ്ങൾ അത് ചെയ്യുക. ഓക്കെ, സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്ട്രീം സത്യസന്ധനാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇന്നത്തെ കാലത്ത് എക്സ്ട്രീം സത്യസന്ധനായിട്ട് ജീവിച്ചിട്ട് നിങ്ങൾക്ക് ലോകത്ത് ഒന്നും നേടാൻ പറ്റൂല. ഓക്കെ, ചുമ്മാ മറ്റുള്ളവരുടെ ഭയങ്കരമായിട്ട് നല്ലവനായ ഉണ്ണിയൊക്കെ ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നല്ലവൻ ഉണ്ണി മറ്റേ രീതിയിലല്ല, ശരിക്കും ചീത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം നല്ലവനായ ഉണ്ണി, അതല്ല ഉദ്ദേശിക്കണേ. സ്വയമേ നല്ലവനായ ഉണ്ണിയായിട്ട് നടന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നാ ഉദ്ദേശിക്കുക കേട്ടോ, അല്ലാതെ മറ്റു രീതിയിലല്ല. ഓക്കെ, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. കുറച്ച് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കുറയുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു വിഷു കാലം എന്ന് പറയുന്നത്. വിഷു കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ 14 ശേഷം എന്ന് പറയുന്നത് വാഹന നേട്ടമൊക്കെ പറയാവുന്ന കാര്യമാണ്. കുടുംബത്തിൽ മംഗള കർമ്മങ്ങളൊക്കെ കേൾക്കാനും പങ്കെടുക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. കുടുംബത്തിൽ നമുക്ക് കുടുംബ സ്വത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അത് കിട്ടാത്തവരാണെങ്കിൽ കിട്ടാനൊക്കെ ചാൻസ് കൂടുതൽ സമയമാണ്. ബിസിനസ്സുകാരിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. കടങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കാൻ പറ്റും. ധനവരവൊക്കെ കൂടും. സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. പഠനത്തിനൊക്കെ പുരോഗതിയും മികവൊക്കെ പറയാം. മാതാപിതാക്കളുടെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതികളൊക്കെ ഉണ്ടാവും. ഇവരുടെ മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വൃശ്ചിക രാശിയിൽ ജനിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അവരുടെ പഠന കാര്യങ്ങളിൽ നിങ്ങളുടെ കൺട്രോൾ മാത്രം പോരാ, നിങ്ങൾ ടീച്ചേഴ്സിനോടും പറയണം അവരൊന്ന് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ടീച്ചേഴ്സിനെ ഒത്തിരി ലിമിറ്റ് ചെയ്ത് നിർത്താതെ, നിങ്ങളെ പേരൻസ് പോയി ഒത്തിരി ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്താതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊച്ചിനെ ഒന്ന് നോക്കണം, കൊച്ചിനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുന്ന ഉത്തായിരിക്കും. കുറെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. പഠനത്തിനോടുള്ള താല്പര്യം കുറയാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർത്തിട്ടാണ് കിടക്കുന്നതിന് ഉറപ്പ് വരുത്തുക. അത് വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ ചെല്ലുമ്പം ടീച്ചേഴ്സ് അവരോടൊന്ന് കൂടുതൽ ചോദിക്കുക. അപ്പം എന്ത് ചെയ്യും, കൂടുതൽ ഉറപ്പായിട്ട് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥികൾ പഠിച്ചോണ്ടാ വരുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന ഫോർമാറ്റിൽ നിന്ന് മാറ്റി ചോദിക്കാൻ പറയുക. എന്നുവെച്ചാൽ ഓർഡറിൽ തന്നെയാണ് അവർ ഇരുത്തിയേക്കുന്നത്. ഫ്രണ്ടിനാണ് ചോദ്യം ചോദിച്ചു വരുന്നതെങ്കിൽ ഇവർക്കറിയാം 5ാമത്തെ ചോദ്യം അല്ലെ 6ാമത്തെ ചോദ്യം അല്ലെ 4ാമത്തെ ചോദ്യം അല്ലെ 3ാമത്തെ ചോദ്യം, ഇങ്ങനെ എണ്ണി വെച്ചുണ്ടാവും. സോ അതൊക്കെ അവരുടെ ആ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിക്കാവുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുക. അപ്പൊ എന്ത് ചെയ്യും, അവർ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എൻഗേജ്ഡ് ആവും.
സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മികവ് പഠനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ വൃശ്ചിക രാശിക്കാരുടെ ഫലം എന്ന് പറഞ്ഞത്. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കലയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഈ മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. എന്ത് ചെയ്യാം, നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.